ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പാഠമാണ് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന ലേഖമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് സോബാൻ ജോഷിയാണ്. ഓക്കെ, കാമിയാബി കി രാഹ് പർ എന്നതാണ് ഈ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ എന്താണ് സക്സസ്ഫുള്ളായ ആളുകളെക്കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേഴ്സണാണ് പെലെ. ഓക്കെ, അതായത് ഫുട്ബോളിലെ രാജാവ് എന്നറിയപ്പെടുന്ന പെലെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ലേഖനം. അപ്പോൾ നമുക്ക് നോക്കാം. ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്നതാണ് അതിൻ്റെ ടൈറ്റിൽ. ഇത് ഏത് വിധ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണെന്ന് വെച്ചാൽ ലേഖമാണ്. എഴുതിയത് സോബാൻ ജോഷിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോബാൻ ജോഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സോബാൻ ജോഷി का जन्म मध्य प्रदेश के इंदौर में हुआ. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് അദ്ദേഹം ജനിച്ചത്. വേ പത്രകാർ, ലേഖക് ഓർ സമ്പാദക് ഹെ. പത്രകാരാണ്, ലേഖകാണ്, അതുപോലെ തന്നെ സമ്പാദകാണ്. ജൽ, ധൽ, മൽ, ഏക് ദ മോഹൻ ആദി ഉൻകി പ്രകാശിത് രചനായ ഹെ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. അപ്പോൾ ഇന്ന് സോബാൻ ജോഷിയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, പാഠത്തിലേക്ക് വരാം. യെസ്, ഓക്കെ. ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന ലേഖനം എഴുതിയത് സോബാൻ ജോഷി. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പെലെയുടെ പിക്ചറൊക്കെ ഉണ്ട്, ഫസ്റ്റ് വണ്ണുണ്ട്. ഓക്കെ, ഇവിടെ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇതല്ല, ഇത് കാണികളുടെ പിക്ചറാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഉണ്ട്. ഓക്കെ, ബട്ട് എനിവേസ് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഫുട്ബോൾ ക്യാ കോയി ദേശ് ഹേ കി ഉസ്ക രാജാ ഹോ. ഫുട്ബോൾ എന്താ ഒരു രാജ്യമാണോ, ഒരു രാജാവുണ്ടെന്ന് പറയാൻ. അതായത് ഒരു രാജാവുണ്ടെന്ന് പറയാൻ ഫുട്ബോൾ എന്താ ഒരു രാജ്യമാണോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ജിസ് 11 ഖിലാഡിയോं की 2 टीमें खेलती है, മാനേജർ ഓർ പ്രശിക്ഷക് ഹോത്തെ ഹെ. അതായത് 11 കളിക്കാർ ഒരു ടീമിന്, അതായത് ഫുട്ബോൾ ടീമിൽ 11 പേര് വരും. അതിൽ കൂടാതെ മാനേജറുണ്ട്, ട്രെയിനറുണ്ട്. ഉസ് ഖേൽ കാ കോയി ഏക് ഖിലാഡി മഹാരഥം കൈസെ മാനാ ജാ സക്താ ഹെ. ഓക്കെ, ആ ഫുട്ബോളിൽ ഒരാളെ നമ്മൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് എന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ജീത്തനേക്ക് വജേസെ, ജയിക്കുന്നത് കൊണ്ടാണോ? കിന്തു ഹാർ ജീത്തോ സരാസരാസി ബാത്തോസെ തേയ് ഹോത്തി ഹെ. എന്താണ്, വിജയവും തോൽവിയും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വിജയവും തോൽവിയും നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് സ്പോർട്സിലേക്ക് വരുവാണെങ്കിൽ ചിലപ്പം സെക്കൻഡിൽ ഒരു അംശം കൊണ്ടൊക്കെയാണ് മെഡലുകൾ നഷ്ടമാകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് ലാസ്റ്റ് ബോളിൽ ഒരു 6 അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മാച്ച് ജയിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ അതുപോലെ ചിലപ്പോൾ അവസാന നിമിഷത്തിൽ ഒരു ഗോൾ കാരണമായിരിക്കും നമ്മൾ ആ മാച്ച് ജയിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സ്പോർട്സിൽ മെയിനായിട്ട് വരുന്നുണ്ട്. എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവിടെ വിജയം ഒരുപക്ഷെ തിരഞ്ഞെടുക്കുന്നത്. കൈ ബഹുത് ബഡിയ ഷോട്ട് ഗോൾ മേ തബ്ദീൽ നഹി ഹോത്തെ. എന്താണ്, വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഷോട്ടാണെങ്കിൽ പോലും അത് ഗോളാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ജബ്കി ദൂസറോം കി ഗൽത്തി സെ ടീമേ ജീത് ജാത്തി ഹെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ തെറ്റ് കാരണം ചിലപ്പം ടീമുകൾ ജയിക്കാം. കാരണം ഏതെങ്കിലും ഒരു ടീം ചെറിയൊരു മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ മറ്റേ ടീം ജയിക്കാം ഒരുപക്ഷെ. ഓക്കെ, അങ്ങനെയുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. ഓക്കെ, फिर ഫുട്ബോളർ പെലെ കോ ഖേൽ കാ രാജ ക്യൂം കഹത്തെ ഹെ. പിന്നെ എന്തുകൊണ്ടാണ് പെലെയെ ഖേൽ കാ രാജ അല്ലെങ്കിൽ ഫുട്ബോളിലെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓക്കെ, 29 दिसंबर 2022 को 82 साल की उम्र में उनकी मृत्यु हुई. അദ്ദേഹത്തിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് 29 ഡിസംബർ 2022 82 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ആ സമയത്താണ് അദ്ദേഹം മരിച്ചത്. ബ്രസീൽ മേ ഉൻകി ശവയാത്ര 13 കിലോമീറ്റർ ലംബി थी. അദ്ദേഹത്തിൻ്റെ ശവയാത്ര എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ലെങ്ത് ഉണ്ടായിരുന്നു അതിന്. അതായത് അത്രയും ആളുകൾ ആ ഒരു സമയത്ത് അവിടെ തടിച്ചുകൂടിയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് അവസാനമായിട്ട് കാണാൻ വേണ്ടി. അന്താരാഷ്ട്രീയ ഫുട്ബോൾ സെ വേ 50 സാൽ പെഹലെ റിട്ടയർ ഹോ ഗയേ थे. എന്താണ്, അന്താരാഷ്ട്രീയ ഫുട്ബോൾ അതിൽ നിന്ന് 50 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റിട്ടയർ ആയായിരുന്നു. ക്ലബ് കെ ഹേൽസ് 1977 में. ഓക്കെ, ക്ലബ് മാച്ചുകളുണ്ടല്ലോ അതിൽ നിന്ന് 1977 റിട്ടയർ ആയായിരുന്നു. ഓക്കെ, ഉൻകെ സമയമേം ഓർ ഉസ്കെ ബാദ് കമാൽ കെ കൈ ഖിലാഡി ഹുയെ. എന്താണ്, അദ്ദേഹത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ അതിനുശേഷവും
ഒത്തിരി ആളുകൾ മീൻസ് ബെസ്റ്റ് പ്ലെയേഴ്സ് വന്നു. അർജൻറ്റീന में ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ और बाद में ഡിയേഗോ മറഡോണ और ലയണൽ മെസ്സി. അപ്പോൾ അവരുടെ പേരുകളാണ് പറയുന്നത്. ബെസ്റ്റായിട്ട് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഫുട്ബോളേഴ്സാണ് ഇവരൊക്കെ തന്നെ. ഹംഗറിക്ക് ഫെറഷ് പുസ്കാസ്, ജർമ്മനിക്ക് ഫ്രാൻസ് ബേക്കൻബോണർ, ഹോളണ്ടിക്ക് യോഹാൻ ക്രൈഫ്, ഓക്കെ തുടങ്ങിയവരൊക്കെ ആ ഒരു ലിസ്റ്റിൽ വരും. ബ്രസീൽ में तो गजब के खिलाड़ियों का താത്ത ലഗാ രഹാ ഹെ. താത്ത ലഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ലഗാന, അതായത് ബ്രസീലിൽ ബെസ്റ്റ് കളിക്കാരുടെ ഒരു ലൈൻ തന്നെ ഉണ്ട്. ഓക്കെ, സർവശ്രേഷ്ഠ ഖിലാഡി കഹലാനെ കാ ഇൻമേ സെ ഹർ ഏക കാ മജ്ബൂത് ദാവാ ഹെ. ഓക്കെ, എന്താണ് ഏറ്റവും ബെസ്റ്റ് കളിക്കാരനാവണം എന്നൊരാഗ്രഹം അവർക്ക് ഉണ്ട്. സർവശ്രേഷ്ഠ ഖിലാഡി കഹലാനെ കാ ഇൻമേ സെ ഹർ ഏക കാ മജ്ബൂത് ദാവാ ഹെ. മസ്ബൂത് ദാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറച്ച അവകാശവാദം. ഓക്കെ, ഒരു ശ്രേഷ്ഠനായ ഫുട്ബോളർ ആവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറച്ച അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. നെക്സ്റ്റിലേക്ക് പോകാം. പെലെ 3 വിശ്വകപ്പ് ജീത്തനെ വാലെ ഏകമാത്ര ഖിലാഡി ഹെ. 3 വേൾഡ് കപ്പ് ജയിക്കുന്ന ഒരേ ഒരു ഫുട്ബോളർ പെലെയാണ്. അതായത് ആ 3 പ്രാവശ്യം അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. 1958 में ब्राज़ील की पहली विश्व कप विजय के समय 6 गोल करने वाले पेले 17 साल के थे. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റ് പറയാം. ഞാൻ ഇതിനു മുമ്പ് ആ ഫുട്ബോളേഴ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം കേട്ടോ. ഞാൻ കാരണം ഒരു ഫുട്ബോൾ കാണാറൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. 1958 में ब्राज़ील की पहली विश्व कप विजय के समय 6 गोल करने वाले पेले 17 साल के थे. 1958 ബ്രസീൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുമ്പോൾ 6 ഗോൾ പെലെ അടിച്ചു. ഓക്കെ, അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 17 വയസ്സായിരുന്നു. ഉസ് പ്രതിയോഗിതാക്കെ സബ്സെ ബഡിയ ഖിലാഡി ബ്രസീൽ കെ മിഡ്ഫീൽഡർ ടി ദേ. ഓക്കെ, അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്ന ബ്രസീൽ കെ മിഡ്ഫീൽഡർ ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. മാറ്റസ് കാർഡോസോ ലെമോസ് മാർട്ടിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്. ഓക്കെ, ടി എന്നതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉസ് ടീം കെ കരാമത്തി ഖിലാഡി ഗരിഞ്ചാദെ. ഓക്കെ, അതായത് കരാമാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാദുയി, മാജിക്കൽ പ്ലെയർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ഉസ് ടീം കെ കരാമാത്തി ഖിലാഡി ഗരിഞ്ചാദെ. അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് എന്ന് പറയുന്നത് മാനുവൽ ഫ്രാൻസിസ്കോ ഡോ സാൻഡോസ് എന്നാണ്. ഓക്കെ, जिन्हें फुटबॉल का सबसे बढ़िया ट्रिबलर कहा जाता है. ഓക്കെ, അദ്ദേഹത്തെയാണ് ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് ട്രിബിളർ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹമാണ്. ആരാണ്? ബ്രസീലിലെ തന്നെ ഖിലാഡി മീൻസ് ബ്രസീൽ പ്ലെയർ ആയിട്ടുള്ള ഗെരിഞ്ച, അദ്ദേഹമാണ് ഏറ്റവും ബെസ്റ്റ് ട്രിബിളർ എന്നറിയപ്പെടുന്നത്. ഇനി ട്രിബിളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു കൺട്രോൾ ദ ബോൾ വൈൽ റണ്ണിങ് വിത്ത് ഇറ്റ്. അതായത് ഒരു ബോളിനോടൊപ്പം ഓടിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ്, അത്രയാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന പെലെയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെലെയെക്കുറിച്ചായിരിക്കും ബാക്കി വരാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ്. തബ് തक के लिए ओके बाय.